ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ എന്താ പറയണേ, ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് എന്ന് എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലും എൻ്റെ ഇക്കാൻ 100 കുറ്റാണ്. ഇങ്ങനെയാണോ ഉണ്ടാക്കണേ, നമ്മൾ പോയി കഴിക്കുമ്പോൾ എന്ത് നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതുപോലെ നീ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴി അടിപൊളിയായിട്ട് എഗ് റോസ്റ്റിൻ്റെ ഒരു ടിപ്പ് കിട്ടി കേട്ടോ. പറയാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും എഗ് റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവും കാര്യങ്ങളൊക്കെ അത് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാം എടുത്ത് റെഡിയാക്കുകയാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു മഴയുടെ ഒരു മട്ടൊക്കെയുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മുറ്റമൊക്കെ അപ്പടി നനഞ്ഞ കിടന്നത്, പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു. ഇപ്പോൾ ദേ വീണ്ടും ഒരു മഴയുടെ ഒരു മട്ടുമൊക്കെ കാണിച്ച് അങ്ങനെ നിൽപ്പുണ്ട് ക്ലൈമറ്റ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെ പോണു? നമ്മുടെ ലൈഫൊക്കെ സന്തോഷമായിട്ട് പോകണമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ലൈവ് വീഡിയോയിൽ നിങ്ങൾക്ക് സമയം ഉള്ളതനുസരിച്ചിട്ട് ഞാൻ 3 ലൈവ് വെച്ചൊക്കെ ഒരു ഡേയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് വരിക. വരുന്നവരൊക്കെ ഒന്ന് വ്യൂ കുറവാണെന്ന് കരുതി ആരും ബാക്കപ്പായൊന്നും പോകരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ഒന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോയത് അടുത്ത വീട്ടിലൊരു പൂച്ച കേട്ടോ. എന്ന് രാവിലെ വരുമ്പോൾ വന്ന് നോക്കിയിട്ടൊക്കെ പോകും. നമ്മുടെ ഫുഡൊന്നും അതങ്ങനെ കഴിക്കില്ല, ചിലപ്പോൾ തോന്നിയാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇടിയപ്പത്തിൻ്റെ മാവ് നനയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ പൊടിയിലാണ് ഞാൻ ഉപ്പിടുന്നത്. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം തിളച്ച പാടെ നമ്മൾ ഈ പൊടിയിലോട്ട് എടുത്ത് ഒഴിക്കരുത്. അത് മാവ് ഒത്തിരി അങ്ങ് വെന്തു പോകും. അപ്പോൾ അതുകൊണ്ട് ചില ടൈമിൽ നമുക്ക് ഇടിയപ്പം ഒരു ഇതാവില്ല, ഒരു തരം ഒട്ടലും ഒരു പശ പോലെയൊക്കെ ഇരിക്കും. അതേസമയം നമ്മൾ വെള്ളം തിളച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വെള്ളത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരിപാടി നോക്കാം. മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് തണുത്ത് വന്ന് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ടുണ്ട് കേട്ടോ ഇടിയപ്പത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ തട്ടയിൽ തൂവി കൊടുക്കണത് നല്ലതാണ്. ഇടിയപ്പം ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് ഇളകി വരാനൊക്കെ നല്ലതാണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കി നമ്മളതിൻ്റെ ആവി ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് പാത്രത്തിലോട്ട് മാറ്റിക്കണം. ഞാൻ ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് മോൾ അതിൻ്റെ ഇടയിലൊന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് ആവി അങ്ങ് പോകുന്നതിന് മുന്നേ നമ്മൾ ഇടിയപ്പം പാത്രത്തിലോട്ട് തട്ടണം. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളകി വരാനൊരു ചെറിയൊരു പാടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ബോൾ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഉരുട്ടി ഒന്നിങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നല്ല ഇച്ചിരി നമുക്ക് തീരെ ഹാർഡായിട്ട് മാവ് വന്നാലും നമുക്ക് ഒത്തിരി ബലം കൊടുത്ത് നമുക്കത് കറക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ഈ ഒരു സ്ട്രക്ചറിൽ വേണം മാവ് കുഴച്ച്. കണ്ടില്ലേ, നമുക്ക് തൊട്ട് കഴിയുമ്പോൾ അറിയാമല്ലോ ആ ഒരു രീതിക്ക്. അപ്പോൾ ഇവിടെ ഒരു 2 തട്ടിലേക്കുള്ള ഇടിയപ്പം മതിയാവും. അത് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കറക്റ്റാണ്. മോക്ക് കുറുക്കലൊക്കെ അല്ലേ കൊടുക്കുക, അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ആകുമ്പോൾ ഇത് മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആദ്യം ചെറിയ തട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് പീച്ച് നമുക്കതിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാവ് ഒത്തിരി ഹാർഡായി കട്ടിയായി കുഴയ്ക്കരുത്, കുറച്ച് ലൂസ് വേണം, എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയും നാളും നമ്മൾ സാധാ ചീനിച്ചട്ടിയിലൊക്കെ ഇട്ട് പെട്ടെന്ന് സവോള വാട്ടിയെടുക്കും. എപ്പോഴും നമ്മൾ കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള അലുമിനിയം ഉണ്ടല്ലോ, അതിൻ്റെ കട്ടി പാത്രത്തിൽ വെച്ച് വേണം എപ്പോഴും ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോഴും നമുക്കത് നന്നായിട്ട് വാടി വരുള്ളൂ. ഇതേ കണ്ടോ എന്ത് എളുപ്പമെന്നറിയാവോ, ഇടിയപ്പം നന്നായിട്ട് പീച്ചെടുക്കാനായിട്ട്. നോക്കി എന്ത് സുഖം. ഓവറായിട്ട് നമുക്ക് ഇതും ആയില്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചുറ്റിച്ചെടുക്കാനും പറ്റി. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ പാത്രം വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം മാത്രമേ എപ്പോഴും ഇടിയപ്പം നമ്മൾ തട്ട് പാത്രത്തിലോട്ടെടുത്ത് വെക്കാവൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ താഴെയിട്ട് 2 തട്ടാണ്. അപ്പോൾ അതിലേറ്റവും ചെറിയ തട്ട് നമ്മളിത് റെഡിയാക്കി എല്ലാം മാവൊക്കെ ചുറ്റിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് വെക്കാം കേട്ടോ.
അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ തട്ടും കൂടെ എടുക്കാം. അപ്പോൾ അതിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടിയപ്പത്തിനുള്ള മാവും കൂടെ ചുറ്റിക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി മാവും കൂടെ നമുക്കതിലോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. എന്തൊക്കെയാണ് എൻ്റെ ലൈവിൽ വരുമ്പോൾ എൻ്റെ ഒക്കെ എപ്പോഴും കുറ്റം പറച്ചിലാണ്, എൻ്റെ ഫുഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാര്യം ഞാൻ അത്ര വലിയ കുക്കിങ്ങൊന്നും അല്ല, വലിയ രീതിക്കൊന്നുമല്ല. പക്ഷെ ചില കറികൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു തരുന്ന കണക്ക് ആരെങ്കിലും പറഞ്ഞ് തരികയാണെങ്കിൽ അതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിപൊളിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുട്ടക്കറി ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി പാസ്സാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ ഞാനും കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പോകുന്നതിന് പോയി കഴിക്കുന്ന നല്ല റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കഴിക്കാമല്ലേ എഗ് റോസ്റ്റ്, അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ തട്ടും കൂടെ ഇടിയപ്പം നമുക്ക് ചുറ്റിക്കാം കേട്ടോ. പിന്നെന്താണ്, നല്ല വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസിനൊന്നും കമൻസേ വരാറില്ല കേട്ടോ. ഷോർട്സിന് പിന്നെയും കുറച്ചൊക്കെ കമൻസ് വരാറുണ്ട്. പക്ഷേ വീഡിയോസിന് ആരും 1-2 പേര് റെഗുലറായിട്ടൊക്കെ ഇപ്പോൾ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ 2 തട്ടും ഞാൻ ഇടിയപ്പത്തിൻ്റെത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ എഗ് റോസ്റ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മോഡലിലെ എഗ് റോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ആവശ്യത്തിനേക്കുള്ള സവാളയാണ് എടുക്കുന്നത്. നമുക്കിതിന് ഈ ടൊമാറ്റോ ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ. കുറച്ച് ഒരെണ്ണമൊക്കെ ആയാലും മതി. ഞാനിപ്പോൾ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 വലിയ സവാളയാണ്, ഞങ്ങൾക്കത് മതിയാവും. അപ്പോൾ മുട്ട അത്യാവശ്യം നല്ല ആയിട്ട് പുഴുങ്ങി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വേവിക്കാനിടുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ട നല്ല രീതിയിൽ നമുക്ക് തുണ്ടുകളഞ്ഞൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ സവാള കട്ട് ചെയ്തു. ഇനി നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും സവാള സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. സമയമെടുത്ത് വഴറ്റിയെടുക്കുന്നതിലാണ് മുട്ട ആ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കയറി വരിക. നമ്മൾ സവാള പെട്ടെന്ന് വാട്ടിയെടുത്ത് കറി റെഡിയാക്കാന്ന് വെച്ചാൽ അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. അതും നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റി തന്നെ നമ്മൾ സവാള വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ വേറൊരു ടിപ്പ് എന്നാന്ന് വെച്ചാൽ സവാള പെട്ടെന്ന് വാടി വരാൻ അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറൊരു ടിപ്പും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട വെന്ത് കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആ അടുപ്പത്തിൽ നമ്മുടെ കട്ടിയുള്ള, പക്ഷേ എൻ്റെ ചീനിച്ചട്ടി ഉണ്ടല്ലോ ഒത്തിരി വലുതാണ്, പക്ഷേ ഇതിൻ്റെ ചെറുത് എനിക്കില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ വലിയ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കട്ടെ. ഇച്ചിരി വലിപ്പം കൂടുതലാണ് കാര്യം അതിൻ്റെ ആ ഒരു ഇല്ലോളം ഭാഗത്തെ സവാള ഇടാനുള്ളൂ. പക്ഷേ ഇതിലുണ്ടാക്കിയാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ നമ്മൾ എത്രത്തോളം നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണയൊക്കെ എടുക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക. കടുവൊക്കെ താളിക്കുക, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സവാള കട്ട് ചെയ്ത് ഞാൻ ഒരു അരമുറി തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നതെന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ. ഒരുപാട് ചതയ്ക്കണ്ട, ഒന്ന് നമ്മൾ സാധാ ചതച്ചെടുക്കില്ല അതുപോലെ ഒന്ന് ചതച്ച് ഇതിനോടൊപ്പം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകവും നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇല്ലേ, അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉള്ളത് ഒന്ന് മിക്സിയിൽ പൊടിച്ച് നന്നായിട്ട് തന്നെ പൊടിച്ച് ഇതിൽ ആ ഒരു മസാലയാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടിപ്പ്, സവോള നമ്മൾ വാടാൻ വേണ്ടി ഇതുപോലെ ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ നിന്ന് ഈർപ്പം വന്നിട്ട് സവോള നന്നായിട്ട് വാടി നല്ല കുഴഞ്ഞ് നല്ല പോലെ വരും കേട്ടോ. അതൊരു സെക്കൻഡ് ടിപ്പാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്താലും നമുക്ക് ബെറ്ററാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി സമയം എടുത്ത് തന്നെ വഴറ്റുക, നന്നായിട്ട് വാടിയെടുക്കണം. അപ്പോൾ വീണ്ടും ഒന്നും കൂടെയൊക്കെ അടച്ച് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആ ഒരു ഇതും നമുക്ക് കയറി വരുള്ളൂ. അപ്പോൾ ഞാൻ 4 മുട്ട പുഴുങ്ങായിട്ട് ഒരെണ്ണം മോക്കാണ്, അപ്പോൾ മോളുടെ അങ്ങ് മാറ്റി വെച്ചു. നമുക്ക് 3 പേർക്കുള്ള മുട്ടയാണ് ഞാനിപ്പോൾ തൊണ്ട് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പം ഞാൻ കുറച്ച് വൈകിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഇളകി പാട പോലെ അങ്ങ് വരും. അപ്പോൾ ഒരു ഇച്ചിരി വൈകി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇളകി വന്നു. ഇങ്ങനെയല്ല, നമ്മൾ തൊടുമ്പം തന്നെ അതിൽ നിന്ന് ആ ചൂടോനെ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ തട്ടേന്ന് എടുത്ത് ഒരു പാത്രത്തിലോ ബേസിൻ്റെ കാസ്ട്രോളിലോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ.
അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ മുട്ടയുടെ സവാള എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതേ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതേ സവാള നന്നായിട്ട് വാടി, കണ്ടില്ലേ നമ്മൾ എന്തോരം പോർഷൻ ഇട്ട് കൊടുത്തോ അതിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി ഇപ്പോൾ കുറഞ്ഞു എന്നുള്ളത് കണ്ടില്ല. അപ്പോൾ അതനുസരിച്ച് അത് വാടി വരുന്നതിൻ്റെയാണ് ആ ഒരു അളവ് കുറഞ്ഞിങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സവാള ഏകദേശം വാടി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഇതുപോലെ തന്നെ ഞാൻ കടലക്കറി എനിക്കൊരു ടിപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനതപ്പോൾ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രമേ റെസിപ്പി വരുന്നുള്ളൂ കുക്കിങ്ങിൽ. ഉച്ചത്തെ ലഞ്ചിൻ്റെ കാണിക്കാമെന്ന് വെച്ചാൽ എനിക്കത് ആ വീഡിയോ ഒന്നും അങ്ങോട്ട് പിടിക്കാനുള്ള ടൈം, കാര്യം വെച്ചാൽ മോൾ ഉണർന്ന് വരുന്ന ടൈമാണ്. അവൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ജാറിൽ പെരിഞ്ചീരകം ഒരു 2-3 പിച്ച് പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തതാണ്. ഞാൻ അതിലേക്ക് നമ്മുടെ കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഈസ്റ്റേൺ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മസാല വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ മെയിൻ ടിപ്പെന്ന് പറയുന്നത് ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മുട്ട റോസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴും നമുക്കറിയാം ഒരു ചെറിയൊരു മധുരം നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. അത് മിക്ക റെസ്റ്റോറൻറ്റുകളിലും അവരെടുക്കുന്ന ഒരു ടിപ്പാണ് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ആ ജാറൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച്, ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണല്ലോ, അപ്പം മുട്ടയും കൂടെ ഇട്ട് നമുക്കൊരു ഇച്ചിരി ചാറ് വേണം ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല കുഴമ്പൻ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നല്ല ചൂടൻ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ മദ്രസയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് മുട്ടക്കറിക്ക് കാണാനൊക്കെ ഒരു ചന്തമുണ്ട്, ഇനി കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയണേന്നുള്ള മുഖഭാവം കാണുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്കറിയാം ഇത് കാണുമ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വാടി അതിൽ നന്നായിട്ട് പിടിച്ച്, പിന്നെ മുട്ട നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഒരു 3-4 വര ഇട്ട് കൊടുത്ത് ആ എരിവൊക്കെ അതിൽ പിടിക്കും കേട്ടോ നന്നായിട്ട്. അപ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റ് മോഡലിൽ ഒരു മുട്ടക്കറിയാണ്. ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.